അനിത. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MCom സിലബസിൽ വരുന്ന സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെ, നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, നമ്മളുടെ മാനേജ്മെന്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഒരുപാട് ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് വെച്ചാലോ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. എന്തിന്റെ? ഫോർമുലേറ്റ് ചെയ്യുക, അതായത് ഡിസിഷൻ ഫോർമുലേറ്റ് ചെയ്യുക, ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക, ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സിലബസിൽ 4 ബ്ലോക്ക് ആണ് വരുന്നത്. ഓക്കെ, അതില് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ബ്ലോക്ക്. അതായത് മീനിങ്, അതിന്റെ എസെൻസ്, അതിന്റെ നേച്ചർ എന്താണ്, അതിനൊക്കെയാണ് വരുന്നത്. പിന്നെ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ പ്രോസസ് ആണ് ഇൻവോൾവ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഫോർമുലേറ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ കുറിച്ചാണ് വരുന്നത്. പിന്നെ നമ്മൾ വരുന്നത് സ്ട്രാറ്റജി ഒരു ഗ്ലോബൽ കണ്ടന്റ്, അതായത് ബേർഡ്സ് ഐ വ്യൂ ആണ് വരുന്നത്. ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് സ്ട്രാറ്റജി വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അതാണ് നമ്മൾ ബ്ലോക്ക് 1 എന്ന് പറഞ്ഞതിൽ കവർ ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 2 നമുക്ക് വരുന്നത് എൻവയോൺമെന്റ് അനാലിസിസ് ആണ്. എൻവയോൺമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ബിസിനസിന് പുറത്ത് വരുന്ന എൻവയോൺമെന്റ്, ഇന്റേണൽ എൻവയോൺമെന്റ്, ബിസിനസിന്റെ ഉള്ളിൽ വരുന്ന എൻവയോൺമെന്റ്, പിന്നെ കോമ്പറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത്. പിന്നെ ബ്ലോക്ക് 3 നമുക്ക് വരുന്നത് സ്ട്രാറ്റജി ഫോർമുലേഷൻ ആണ്. സ്ട്രാറ്റജി ഫോർമുലേഷനിൽ നമുക്ക് ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട്, ബിസിനസിനെ പറ്റിയില്ല. പിന്നെ കോർപ്പറേറ്റ് സ്ട്രാറ്റജി മൊത്തം ഓവറോൾ ആയിട്ടുള്ളത്. പിന്നെ കോമ്പറ്റേറ്റീവ്, എങ്ങനെയാണ് കോമ്പറ്റീഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ 3 സ്ട്രാറ്റജിയെ പറ്റിയാണ് നമ്മൾ ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ബ്ലോക്ക് 4, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബ്ലോക്ക്, ദാറ്റ് ഇസ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ. ഈ ഒരു ബ്ലോക്കിൽ മാത്രം നമുക്ക് 4 യൂണിറ്റ്സ് ആണ് കവർ ചെയ്യാൻ വരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്, സ്ട്രാറ്റജി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, സ്ട്രാറ്റജി എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആൻഡ് ഒരു കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഒരു ചാപ്റ്ററും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇത്രയും ചാപ്റ്റേഴ്സ്, ഇത്രയും ബ്ലോക്സ്, 4 ബ്ലോക്സ് ആണ് നമ്മളിനകത്ത് കവർ ചെയ്യുന്നത്. ഇതൊരു ഓവറോൾ വ്യൂ ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി ഉണ്ട്, സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ഉണ്ട്, സ്ട്രാറ്റജി ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ബ്ലോക്ക് 2 ദാറ്റ് ഇസ് അബൌട്ട് എൻവയോൺമെന്റ് അനാലിസിസ്. അതിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, കോമ്പറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് ഇന്റേണൽ അനാലിസിസ് ആണ് വരുന്നത്. ബ്ലോക്ക് 3 നമുക്ക് ഫോർമുലേഷനിൽ നമുക്ക് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി, കോമ്പറ്റേറ്റീവ് ലെവൽ സ്ട്രാറ്റജി ആൻഡ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി പറ്റിയാണ് പറയുന്നത്. ആൻഡ് ബ്ലോക്ക് 4 വിച്ച് ഇസ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ. ഇതിൽ നമുക്ക് വരുന്നത് ഇംപ്ലിമെന്റേഷൻ, ദ ബിഹേവിയറൽ ഡയമെൻഷൻസ്, കോർപ്പറേറ്റ് ഗവർണൻസ്, കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ. നമുക്ക് ടോട്ടൽ വരുന്ന 13 ചാപ്റ്റേഴ്സ് ആണ്. ഈ 13 ചാപ്റ്റേഴ്സിനെ 4 ബ്ലോക്ക് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 3 ബ്ലോക്സിൽ മാത്രം നമുക്ക് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ദ 4th ബ്ലോക്കിൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.